ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വാട്ട് ഐ ഈറ്റ് ഡേ വീഡിയോ ആണ്. ഞാൻ മോർണിംഗ് ഒരു 8 മണിക്കാകുമ്പോൾ പതിയെ എണീറ്റ് വരുള്ളൂ. രാത്രി അങ്ങനെ ഉറക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴേക്കും ആകെ തലകറക്കവും ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ പതുക്കെ എണീറ്റ് വരുള്ളൂ. എണീറ്റ് വന്ന വശം തന്നെ എനിക്ക് ബ്രഷ് ചെയ്ത ഉടനെ ഫുഡ് കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ദോശയും സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു കംഫർട്ട് ഫുഡാണ് ഈ ദോശയും സാമ്പാർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ബേബി ആയിരുന്ന സമയത്ത് എനിക്ക് ദോശയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷേ തീരെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. എപ്പോൾ കഴിച്ചാലും എനിക്ക് തലകറക്കായിരുന്നു. പക്ഷേ അതിനൊക്കെ പകരമായിട്ട് ഞാനിപ്പോൾ എനിക്ക് മാക്സിമം എത്ര കഴിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ഞാൻ കഴിക്കണം. അതുപോലെ സെയിം തന്നെയാണ് ഈ ചായയുടെ കാര്യത്തിലും. കുറേ നാൾക്ക് ശേഷമാണ് ഇന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്. അങ്ങനെ ഞാൻ ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയുടെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോഴാണ് അമ്മ ഞങ്ങൾക്ക് ദോശയും സാമ്പാറും തന്നിട്ട് അമ്മ ചപ്പാത്തിയും ഞണ്ടുകറിയും കൂട്ടി കഴിക്കണം, ഞണ്ട് റോസ്റ്റും കൂട്ടി കഴിക്കണം. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്നത്തെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് തന്നോളം മറ്റേ ആൾ ചൂടാക്കി കഴിക്കുന്നതാണ്. എന്നാലും കണ്ടപ്പോൾ ചെറിയൊരു വിഷമം. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡ് ആയിക്കോട്ടെ, ടിഫിൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വേണം. ഇന്നതൊന്നുമില്ല, പഴവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും തണ്ണിമത്തനോ മുന്തിരിയോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എനിക്ക് നിർബന്ധമാണ്. സാധാരണ ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് കഴിക്കാറുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് മുന്തിരിയും അതുപോലെ തന്നെ ഓറഞ്ചും എടുത്തു. ആക്ച്വലി മുന്തിരി കഴിച്ച് കഴിഞ്ഞിട്ട് ഓറഞ്ച് കഴിക്കുക എന്ന് പറയുന്നത് വലിയ സുഖമുള്ള കാര്യമില്ല. ഓറഞ്ചിനോട് എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല, കാരണം പണ്ടത്തെ ടേസ്റ്റ് ഓറഞ്ചിന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാക്കി ആപ്പിളൊക്കെ ആയിട്ടുള്ള ബന്ധം ഞാൻ പണ്ടേ ഫസ്റ്റ് പ്രഗ്നൻസിൽ തന്നെ നിർത്തിയതാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല കഴിക്കാൻ. അതുപോലെ തന്നെ പാലോ മുട്ടയോ നട്ട്സോ അങ്ങനത്തെയൊക്കെ, പാലും മുട്ടൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി. നട്ട്സ് പിന്നെ വല്ലപ്പോഴും അമ്മ ചീത്ത പറയുമ്പോൾ മാത്രം എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നല്ലാണ്ട് ഒന്നുമില്ല. എനിക്ക് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിലൊക്കെ എടുക്കണ പോലെ തോന്നും. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഭക്ഷണം മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് മാത്രമേ കഴിക്കണുള്ളൂ. ഫസ്റ്റ് ടൈമസ്റ്ററിലൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് സാധാ പോലെ തന്നെ ഫുഡിൻ്റെ ആ ഒരു റുട്ടീനിലേക്ക് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 11:30 സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ പഴം കഴിച്ചു. എനിക്ക് ഈ ചെറിയ പഴം, ഞാലിപ്പൂവൻ പോലത്തെ പഴം മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കഴിക്കാൻ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അപ്പുറത്തെ മരത്തിൽ ഒരു പഴുത്ത കശുമാങ്ങ കണ്ടത്. അപ്പോഴേ ഞാനത് നോട്ടിട്ട് വെച്ചു, പക്ഷേ ഞാനത് മറന്നുപോയി ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഊണിന് നമുക്ക് തൈര് ഉണ്ടായിരുന്നു, കുത്തലിശ്ശേരി ഉണ്ടായിരുന്നു കായയുടെ, പിന്നെ പരിപ്പും മുരിങ്ങക്കായും കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ തലേന്നത്തെ ഞണ്ട് റോസ്റ്റിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ജസ്റ്റ് സൈഡിൽ വെച്ചതാണ്. പക്ഷേ അത് കേടായിരിക്കണതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി കഴിച്ചിരുന്നില്ല, അവിടെ തന്നെ വെച്ചുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ചിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് പൈനാപ്പിൾ, പപ്പക്കായ, ചക്ക, മാങ്ങ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ എൻ്റെ മണക്കം അങ്ങനെ മണത്ത് എൻ്റെ കൊതി ഇങ്ങനെ ഞാൻ പതുക്കെ അടക്കി പിടിച്ച് നിൽക്കാറുണ്ട്. പിന്നെ അതെല്ലാം കണ്ടും കേട്ടും അവിടെ കുറച്ച് നേരം കൂടി ഞാൻ നിന്നിരുന്നു കഴിഞ്ഞാൽ അടുത്ത് കഴിക്കുന്നുള്ള അവസ്ഥയപ്പോൾ ഞാൻ പതിയെ അവിടെ നിന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ്. ചായക്ക് ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ്, കട്ടൻ ചായയും അതുപോലെ തന്നെ എറാറോട്ട് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതങ്ങനെ മുക്കി കഴിക്കാൻ. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം കഴിച്ചു. ബാക്കിൽ ഉണ്ണി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അമ്മ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കട്ടൻ ചായ കുടിക്കരുത്, പാൽ ചായ കുടിക്കണം, പാല് കഴിക്കണം, പാല് കുടിക്കണം, പാലിൻ്റെ സാധനങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത് ഈ സമയം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എന്തോ കഴിക്കാനും കുടിക്കാനും തോന്നണേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി, സന്ധ്യയായിരിക്കണു. എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി, ക്ഷീണമായിരിക്കുന്ന സമയമായി. അപ്പോഴേക്കും അമ്മ തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു കൊണ്ടുവന്ന് തന്നു, അതൊക്കെ കുടിച്ചു. ഈവനിങ് സമയത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെയാണ് കേട്ടോ. എനിക്ക് ആകെ പിന്നെ ഒരു തലയ്ക്ക് ഓളം പിടിച്ച പോലെയാണ്. പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല, ഫുൾ കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രേവിങ്സ് വന്നു, ബിരിയാണി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാനൊരു ബിരിയാണി വാങ്ങി. ബിരിയാണി എനിക്ക് കുറച്ച് സലാഡ് വെച്ച്, കുറച്ച് അച്ചാർ വെച്ച്, ഒരു കഷ്ണം ഇറച്ചി വെച്ച് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവിടെ എനിക്ക് പണി കിട്ടി. സലാഡ് ഞാൻ മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, ക്ലോറിൻ്റെ സലാഡായിരുന്നു. അങ്ങനെ ഇഷ്ടംമാതിരി അങ്ങോട്ട് കമത്തും ചെയ്തു, കഴിക്കാനും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ലാസ്റ്റ് കഴിച്ച് തീർത്തു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.